പൂങ്കാറ്റേ പോയി ചൊല്ലാമോ, തെക്കൻ പൂങ്കാറ്റേ പോയി ചൊല്ലാമോ, നീലക്കണ്ണുള്ള എൻ വേളിപ്പെണ്ണോട്, ഈ നീലക്കണ്ണുള്ള എൻ വേളിപ്പെണ്ണോട് എൻ്റെ ഉള്ളിലുള്ള മോഹമൊന്നു ചൊല്ലാമോ നീ. അങ്ങനെ ആഗ്രഹം കയറി അന്ന് നിറം എന്ന് പറയുന്ന സിനിമയിലാണ് ശരിക്ക്. നിറത്തിൽ അഭിനയിച്ചിട്ടുണ്ട്. നിറത്തിൽ കണ്ടിട്ടില്ലേ? നിറം ഞാൻ കണ്ടിട്ടുണ്ട്, പക്ഷെ നിറത്തിൽ അതിലൊരു നിറം എൻ്റെ ഉണ്ടാവും എവിടെയെങ്കിലും. കാരണം കോളേജിലെ പിള്ളേരുടെ ഇടയിൽ എവിടെയെങ്കിലും ഞാനുണ്ടാവും. ഒരു ദിവസം എൻ്റെ അടുത്തേക്ക് ഒരു കൂട്ടുകാരൻ സൈക്കിളിൽ പറന്നു വന്നു. ഡോഷേ എന്നൊക്കെ പറഞ്ഞ് സിനിമയിലൊക്കെ കാണില്ല, വന്ന് വീഴുന്ന പോലെയൊക്കെ വന്ന് വീട്ടിൽ വന്നിട്ട് ചാടി ഇറങ്ങി എൻ്റെ അടുത്ത് പറഞ്ഞു, എടാ നിന്റെ ഫോട്ടോ വെളിനക്ഷത്രത്തില്ലേ? ഞാൻ വെളിനക്ഷത്രത്തിൽ ഫോട്ടോയോ. അപ്പം അടുത്ത കൊച്ചുണ്ണിയെ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. അപ്പോൾ എൻ്റെ ഫൈറ്റും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ പറഞ്ഞു, ടോഷെ ഇങ്ങനൊരു സംഗതി ഉണ്ട് ജോയിൻ ചെയ്യാം. അപ്പോൾ അതുവരെ ഞാൻ സീരിയൽ ട്രൈ ചെയ്തിട്ടില്ല, നോക്കിയിട്ടില്ല. അങ്ങനെ ആദ്യമായിട്ട് കൊച്ചിൻ്റെ സെറ്റിൽ പോകുന്നു, കാണുന്നു. അങ്ങനെ കൊച്ചുണ്ണിയായിട്ട് തന്നെ സെറ്റായില്ല. 12 എപ്പിസോഡിനാണ് വിളിക്കുന്നത്. പക്ഷെ നമ്മുടെ ലക്ലി നമ്മൾ ജോയിൻ ചെയ്യുന്നു, നമ്മുടെ ടെലികാസ്റ്റ് ചെയ്തത് മുതൽ റേറ്റിംഗ് നമ്പർ 1 വരുന്നു. പിന്നെ ഞാൻ 600-650 എപ്പിസോഡ് ചെയ്തിട്ടാണ് മുളമുട്ടി അടിമയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയത്. പ്രേക്ഷകന് ഇഷ്ടപ്പെടുന്ന സിനിമ വന്നാൽ പ്രേക്ഷകൻ തിയേറ്ററിലെത്തും. അതിന് ഇന്ന ജേണർ, ഇന്ന ആർട്ടിസ്റ്റ്, ഇന്ന ഡയറക്ടർ എന്ന് അങ്ങനെ ഒരു സംഗതി ഇല്ല എന്നാണ് എൻ്റെ വിശ്വാസം. അവന് കണക്ട് ചെയ്യാൻ പറ്റുന്ന സിനിമ, അല്ലെങ്കിൽ അവനെ എൻ്റർടൈൻ ചെയ്യാൻ പറ്റുന്ന സിനിമ വന്നാൽ അവൻ തിയേറ്ററിലെത്തും. അത് ഏത് കാലത്തും ഉണ്ടായിട്ടുണ്ട്. ഒരു സിനിമാ നടനെ അനുകരിക്കുന്ന സമയത്ത് അത് അനുകരണമാവുകയും അയാളെപ്പോലെ അഭിനയിച്ചു എന്ന് പറയുകയും ചെയ്യുന്നു. ഇപ്പോൾ നമ്മൾ ലൈഫിൽ ഒരു പ്രായമായ സ്ത്രീയെ അല്ലെങ്കിൽ ഒരാളെ കാണാത്ത ഒരാൾക്ക് ലൈഫിൽ അയാൾ കണ്ടിട്ടില്ലെന്നിരിക്കും, അയാൾക്ക് എങ്ങനെ പ്രായ പോലെ അഭിനയിക്കാൻ പറ്റും? നിരവധി പോലീസ് കഥാപാത്രങ്ങൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ ടൈപ്പ് കാസ്റ്റ് ആയി പോകുന്നുണ്ട്? ടൈപ്പ് കാസ്റ്റ് ആയി തോന്നുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് ഉള്ള പണിയും കൂടി ഇല്ലാതെ ആക്കരുത്. ഇന്ന് സീരിയൽ ടുഡേയുടെ പുതിയ എപ്പിസോഡിൽ അതിഥിയായി എത്തിയിട്ടുള്ളത് പ്രശസ്ത സിനിമാ സീരിയൽ താരമായ ടോഷ് ക്രിസ്റ്റിയാണ്. നമസ്കാരം ചേട്ടാ. നമസ്കാരം. അപ്പം എന്തൊക്കെയാണ് പുതിയ വിശേഷങ്ങൾ? പുതിയ വിശേഷങ്ങൾ എന്ന് പറയുമ്പോൾ സിനിമാ സീരിയൽ വിശേഷമാണോ അല്ലെങ്കിൽ ഫാമിലി വിശേഷമാണോ? ഇപ്പം നമുക്ക് സിനിമാ സീരിയലിൽ തന്നെ തുടങ്ങാം. ഓക്കെ. സിനിമാ വിശേഷം എന്ന് പറയുന്നത് ഒരു 2-3 സിനിമകൾ ഇപ്പോൾ ചെയ്ത് നിൽപ്പുണ്ട്. അതിൽ ആരോ എന്ന് പറഞ്ഞൊരു സിനിമയായിരിക്കും എനിക്ക് തോന്നുന്നു ഏറ്റവും അടുത്ത് റിലീസിനുണ്ടാവുക. കിച്ചു ടെല്ലസ്, ജോജു ഒക്കെയുള്ളൊരു മൂവിയാണ്. നമ്മുടെ ഏഴരക്കൂട്ടമൊക്കെ ഡയറക്റ്റ് ചെയ്ത കരീം കപ്പഴ പുള്ളിയാണ് ഡയറക്റ്റ് ചെയ്തിട്ടുള്ളത്. അതാണ് റീസെൻ്റ്ലി എനിക്ക് തോന്നുന്നത് ഏറ്റവും ആദ്യം ഇറങ്ങുന്നതിന് അതായിരിക്കും. അതിൻ്റെ പുറമെ ഇപ്പോൾ കുണ്ടർ അണ്ടിയാപ്പീസ് എന്നൊരു മൂവി ഇപ്പോൾ ഷൂട്ട് കഴിഞ്ഞ് ബാക്കി എഡിറ്റിങ് കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. അതിലൊരു പ്രധാനപ്പെട്ട വേഷം കൈകാര്യം ചെയ്യുന്നുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് ജിത്തു ജോസഫ്, ലാലേട്ടൻ ആ ടീമിൻ്റെ റാം എന്ന് പറഞ്ഞൊരു മൂവി, പ്രേക്ഷകർക്ക് അറിയാമായിരിക്കും, ആ മൂവിയിലും ഒരു ക്യാരക്ടർ ചെയ്യുന്നുണ്ട്. അത് 3 സിനിമയുടെ വിശേഷങ്ങൾ. ഇപ്പോൾ ജിത്തു ജോസഫിൻ്റെ ഇപ്പോൾ റാം എന്ന് പറഞ്ഞ മൂവിയുടെ കാര്യം പറഞ്ഞു. അതുപോലെ തന്നെ നേര് ഇപ്പം അത് വളരെയധികം വ്യത്യസ്തമായ സബ്ജക്റ്റിലൂടെയാണ് ജിത്തു ജോസഫ് എപ്പോഴും കഥ പറയുന്നത്. അപ്പോൾ ആ ഒരു സിനിമയിലേക്കുള്ള ഒരു വന്നപ്പോൾ അതിനൊരു എക്സ്പീരിയൻസ് ഒന്ന് ഷെയർ ചെയ്യാം. എക്സ്പീരിയൻസ് സത്യം പറഞ്ഞാൽ ഇപ്പോഴും റാമിൻ്റെ സബ്ജക്റ്റ് എന്താണെന്നോ അതിൻ്റെ കാര്യങ്ങളെ പറ്റിയിട്ട് എനിക്ക് ധാരണയില്ല. കാരണം നമ്മളെ വിളിക്കുന്നു, നമ്മുടെ ക്യാരക്ടർ എന്ത് ചെയ്യണം എന്നുള്ള കാര്യം മാത്രമാണ് നമുക്ക് ആ സമയത്ത് കിട്ടിയിട്ടുള്ളത്. കാരണം എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിൻ്റെ പടങ്ങളിൽ മൊത്തം ഒരു അത്തരം ചില കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ എനിക്ക് സ്റ്റോറിയെ പറ്റി എനിക്ക് വലിയ ധാരണയില്ല. നമ്മൾ ചെയ്യുന്ന പോർഷനും അതിൻ്റെ കാര്യങ്ങളെ പറ്റിയിട്ട് മാത്രമേ ഇതുള്ളൂ. സത്യം പറഞ്ഞാൽ വിളിച്ചപ്പോൾ വലിയ സന്തോഷമുള്ള കാര്യം, കാരണം അറിയാമല്ലോ. പക്ഷെ എന്നാലും ഒരു ചലഞ്ചിങ് ആയിരിക്കുമല്ലോ. ജിത്തു ജോസഫ് എന്ന് പറഞ്ഞാൽ ഇത്രയും ഒരു ലെജൻഡറി ഡയറക്ടറുടെ ഒരു മൂവിയിൽ അഭിനയിക്കാൻ പോവല്ല. അപ്പോൾ ഒരു ചലഞ്ചിങ് ആയിരിക്കില്ലേ ശരിക്കും അത്? അങ്ങനെയല്ല, എനിക്ക് എന്താ പറയുക, ഞാൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു, എക്സൈറ്റഡ് ആയിരുന്നു വിളിച്ചപ്പോൾ. ബാക്കി പറഞ്ഞ പോലെ നമുക്ക് അഭിനയിക്കാൻ നമ്മൾ ഈ പറഞ്ഞ മാതിരി എപ്പോഴും റെഡി ആയിട്ട് നിൽക്കുന്നത് കൊണ്ട് എന്ത് ക്യാരക്ടറായാലും നമുക്കത് കൈകാര്യം ചെയ്യാമെന്നുള്ളൊരു കാര്യമുണ്ട്. അപ്പോൾ ഈ ഒരു സിനിമ അഭിനയത്തിലേക്ക് കടക്കുന്നത് എങ്ങനെയാണ്? ആ ഒരു തുടക്ക കാലഘട്ടത്തെ കുറിച്ചൊന്ന് പറയുമോ? തുടക്കകാലം കോളേജ് ടൈമാണ്. അപ്പം കോളേജും അല്ല, 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ 15 വയസ്സിൽ ഞാൻ ട്യൂഷന് പോയിരുന്നൊരു സ്ഥലമുണ്ട് അവിടെ, പൊന്നാനി ഞാൻ പഠിച്ചതൊക്കെ. അപ്പോൾ അവിടെ പോകുന്ന സമയത്ത് ഈ അന്ന് ടെലിഫിലിമൊക്കെ ചെയ്യുന്ന ഒരു ഡയറക്ടർ എൻ്റെ ഫ്രണ്ടിൻ്റെ റെൻറ്റിന് കൊടുത്തിരുന്ന വീട്ടിലാണ് പുള്ളി താമസിച്ചിരുന്നത്. അപ്പോൾ ഞാനവന് ഒന്നിച്ച് പോകുന്നത് കണ്ടിട്ട് എൻ്റെ ഫ്രണ്ടിൻ്റെ അടുത്ത് ചോദിച്ചു, അപ്പോൾ ഞാൻ അഭിനയിക്കുമെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ കോളേജിൽ സ്കൂളിൽ ഇതൊക്കെ ഉണ്ട്, നാടകം പരിപാടി, ബെസ്റ്റ് ആക്ടർ അങ്ങനെയൊക്കെ നിൽക്കുന്ന സമയം. അപ്പോൾ പറഞ്ഞു, ഞാൻ നാടകത്തിലൊക്കെ അഭിനയിക്കുന്ന ആളാന്ന് പറഞ്ഞു, സ്കൂളിലൊക്കെ.
അങ്ങനെ എൻ്റെ ഫ്രണ്ട് എൻ്റെ ക്ലാസ്മേറ്റ് എൻ്റെ അടുത്ത് ചോദിക്കുന്നേടാ ഇങ്ങനെ നിന്നെ എങ്ങനെ ചോദിച്ചു നിനക്ക് അഭിനയിക്കാൻ താല്പര്യമുണ്ടോ എന്നുള്ളത്. അപ്പോൾ അതുവരെ ഞാനൊരു അഭിനയത്തിൻ്റെ കാര്യത്തെപ്പറ്റി അങ്ങനെ ആലോചിച്ചിട്ടില്ല. പക്ഷേ സിനിമ റിലേറ്റഡ് ആണ് ഫാമിലി. കാരണം ഫാദറിന് അവിടെ പൊന്നാനി തിയേറ്ററും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ ഏട്ടൻ അഭിനയിക്കാനൊക്കെ വേണ്ടി ശ്രമിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ചോദിച്ചപ്പോൾ അങ്ങനെ പുള്ളിയെ പോയി കാണുകയും അങ്ങനെ ഒരു ടെലിഫിലിമിൽ ആണ് സത്യം പറഞ്ഞാൽ ആദ്യമായിട്ട് ക്യാമറ ഫേസ് ചെയ്യുന്നത്. അത് കഴിഞ്ഞ് പിന്നെ വേറെ അതിന് തുടർച്ചയൊന്നും ഉണ്ടായില്ല. പിന്നെ പ്രീഡിഗ്രിക്ക് പഠിക്കുന്ന സമയത്ത് ഇതുപോലെ എവിടേക്കോ അങ്ങനെ ആഗ്രഹം കയറി. അപ്പോഴേക്കും മിമിക്രിയും ഒക്കെ പല ഘട്ടങ്ങളിലേക്ക് വന്നു. അങ്ങനെ ആഗ്രഹം കയറി അന്ന് നിറം എന്ന് പറയുന്ന സിനിമയിലാണ് ശരിക്ക്. നിറത്തിൽ അഭിനയിച്ചിട്ടുണ്ട്? നിറത്തിൽ കണ്ടിട്ടില്ലേ? നിറം ഞാൻ കണ്ടിട്ടുണ്ട്, പക്ഷെ നിറത്തിൽ അതിലൊരു നിറം എൻ്റെ ഉണ്ടാവും എവിടെയെങ്കിലും. കാരണം കോളേജിലെ പിള്ളേരുടെ ഇടയിൽ എവിടെയെങ്കിലും ഞാനുണ്ടാവും. ആക്ച്വലി എൻ്റെ സ്ക്രീൻഷോട്ട് ഉണ്ട് ഇപ്പോഴും. പാട്ട് മറ്റേ പാട്ടില്ലേ പ്രായം തമ്മിൽ, ആ പാട്ടിനകത്ത് കുഞ്ചാക്കോവൻ്റെ ബാക്കിൽ നോക്കി മൂന്നാമത് തലത് മുക്കിൽ ഇരിപ്പുണ്ടാവും. സ്ക്രീൻഷോട്ട് എടുത്ത റിങ് ഇതുപോലെ നമ്മൾ കാണിക്കില്ല, ഇതിനകത്തൊക്കെ വരച്ച് കാണിക്കുന്നവർ തന്നെ ഒരു ചോപ്പ ടീഷർട്ടൊക്കെ ഇരിപ്പുണ്ട്. അതായിരുന്നു ഫസ്റ്റ് സിനിമ. ഒരു 10-30 ദിവസത്തോളം ഇരിഞ്ഞാലക്കുട കോളേജിൽ ഉണ്ടായി. അതിനകത്ത് എൻ്റെ ഒരു നിറം പോലും കാര്യമായിട്ടൊന്നും കണ്ടില്ല എന്ന് ഞാൻ മനസ്സിലാക്കി. മനസ്സുകൊണ്ട് പരാജയം ഏറ്റുവാങ്ങി തിരിച്ച് കോളേജിൽ വന്നു. അപ്പോഴേക്കും ഭയങ്കര വാർത്തയായി. കാരണം അനിയത്തിപ്രാവൊക്കെ ഇറങ്ങി ചാക്കോച്ചൻ ശാലിനി എന്ന് പറയുന്ന ഒരു ട്രെൻഡിങ് ആയിട്ട് നിൽക്കുകയാണ്. അങ്ങനെ ഞാൻ അടങ്ങി ഒതുങ്ങി ജീവിക്കുന്ന സമയത്ത് ഒരു ദിവസം എൻ്റെ അടുത്തേക്ക് ഒരു കൂട്ടുകാരൻ സൈക്കിളിൽ പറന്നു വന്നു. ടോഷേ എന്നൊക്കെ പറഞ്ഞ് സിനിമയിലൊക്കെ കാണില്ല, വന്ന് വീഴുന്ന പോലെയൊക്കെ വന്ന് വീട്ടിൽ വന്നിട്ട് ചാടി ഇറങ്ങി എൻ്റെ അടുത്ത് പറഞ്ഞു, എടാ നിൻ്റെ ഫോട്ടോ വെള്ളിനക്ഷത്രത്തിൽ. ഞാൻ വെള്ളിനക്ഷത്രത്തിൽ ഫോട്ടോയോ, നീ വാ എന്ന് പറഞ്ഞു. ഞാൻ അടുത്ത സൈക്കിൾ എടുത്തു. വെള്ളിനക്ഷത്രത്തിൽ പല കടകളിലും വെള്ളിനക്ഷത്രം ഇല്ല. ദേഷ്യം തോന്നി അവരുടെ അടുത്തൊക്കെ ഏതൊക്കെ വേറെ ഉണ്ട്. അവസാനം ഒരു കടയിൽ വെള്ളിനക്ഷത്രം കണ്ട് നിർത്തി. നോക്കുമ്പോൾ കണ്ട് ചാക്കോച്ചൻ ചാലിൽ നിൽക്കുന്നതിൻ്റെ കറക്റ്റ് സെൻറ്ററിൽ ഞാൻ നിൽപ്പുണ്ട്. അത് അതിനകത്തൊരു ഇനോഗ്രേഷൻ എന്തൊരു ഇവർ ഒന്നിച്ച് പോയിട്ടൊരു കട ഓപ്പണിങ് നടത്തുന്നൊരു പരിപാടിയുണ്ട്. അതിൻ്റെ സെൻറ്ററിൽ എങ്ങനെ ഞാൻ പെട്ടു. സ്റ്റില്ലിൽ ഞാൻ പ്രോപ്പറായിട്ടുണ്ട്, പണത്തിലില്ലാന്ന് എനിക്കറിയാം. അതോടുകൂടി നാട്ടിൽ വീണ്ടും അവനെ സിനിമയിലെടുത്തേ എന്ന് മറ്റേ സിനിമയിൽ അവിടെ കോളേജിലൊക്കെ ഞാൻ സ്റ്റാറായി. എനിക്ക് സിനിമ വന്നപ്പോഴോ നേരെ തിരിച്ചല്ലേ കഥ. അവിടെ എവിടെയൊക്കെ എന്നെ കണ്ടു, നിന്നെ കണ്ടില്ല. പിന്നെ ആൾക്കാർ തുമ്മിയപ്പോൾ പോയി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ. അങ്ങനെ അവിടെ ഞാൻ തുടങ്ങുന്നത്. പിന്നെ അതിങ്ങനെ ട്രൈ ചെയ്തുകൊണ്ടിരുന്നു. പിന്നെ മുഴുനീള കഥാപാത്രമായിട്ട് പിന്നെ ഏത് സിനിമ ചെയ്തിരുന്നു? പിന്നെ അത് മുഴുനീള സിനിമ ഒരു 6-7 വർഷം അങ്ങനെ സിനിമകളിൽ ഇങ്ങനെ മുഴുനീളം സിനിമയുടെ കൂടെ നിൽക്കും നമ്മൾ. പക്ഷെ നമ്മൾ സിനിമയിൽ മുഴുനീളം ഉണ്ടാവില്ല. അങ്ങനത്തെ പടങ്ങൾ ഒത്തിരി ഉണ്ടായിരുന്നു. മറ്റേ എനിക്കൊരു വിനയൻ സാറിൻ്റെ വാർ ആൻഡ് ലവ്, അതിൻ്റെ ഓൾമോസ്റ്റ് ഫുൾ ഡേ ഷൂട്ടിൽ ഉണ്ടായിട്ടുണ്ട്. കാസർഗോഡായിരുന്നു. അതൊരു വലിയ നമ്മൾ പറയില്ല, ഒരു മരം പോലില്ലാത്തൊരു മൊട്ടക്കുന്നാണ്. അവിടെ സെറ്റിട്ടിരിക്കുകയാണ്. അവിടെ രാവിലെ മുതൽ വൈകുന്നേരം വരെ വെയിലും കൊണ്ട് മിലിറ്ററി ഡ്രസ്സ് ഇട്ടിട്ട് നിന്ന്. പക്ഷെ പടത്തിൽ ഒരു ഡയലോഗോ മറ്റോ കിട്ടി. അങ്ങനെ ഒരു 6-7 വർഷം പോകുന്ന യാത്രയിലാണ് ഞാൻ സർക്കാർ ദാദ എന്ന് പറഞ്ഞൊരു പടത്തിൽ. അപ്പോഴേക്കും മാഫിയ ശശി മാസ്റ്ററായിട്ടൊക്കെ നല്ല കണക്ഷൻ ആയിരുന്നു. മാഫിയ ശശി മാസ്റ്റർ എന്നെ വിളിക്കുന്നത് മറ്റേ സർക്കാർ ദാദയുടെ ഒരു ഫൈറ്റ് സീക്വൻസിന് വേണ്ടിയിട്ട്. ആ ഫൈറ്റ് സീക്വൻസിന് വേണ്ടിയിട്ട് അവിടെ ചെല്ലുകയും ഫൈറ്റ് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് അന്ന് അതിൽ സലീം ബാബ എന്ന് പറഞ്ഞിട്ടൊരു ഡയറക്ടറാണ്, പുള്ളി ആക്ടറും കൂടിയാണ്. പുള്ളി അതിൽ അഭിനയിക്കുന്നുണ്ട് ഈ ഫൈറ്റിൽ. അപ്പോൾ ഫൈറ്റ് പെർഫോമൻസ് കണ്ടിട്ട് പുള്ളി അന്ന് കായംകുളം കൊച്ചുണ്ണിൽ അഭിനയിക്കുന്നുണ്ട്. അപ്പോൾ അടുത്ത കൊച്ചുണ്ണിയെ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. അപ്പോൾ എൻ്റെ ഫൈറ്റും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ പറഞ്ഞു, ടോഷേ ഇങ്ങനൊരു സംഗതി ഉണ്ട് ജോയിൻ ചെയ്യാം. അപ്പോൾ അതുവരെ ഞാൻ സീരിയൽ ട്രൈ ചെയ്തിട്ടില്ല, നോക്കിയിട്ടില്ല. അങ്ങനെ ആദ്യമായിട്ട് കൊച്ചുണ്ണിയുടെ സെറ്റിൽ പോകുന്നു, കാണുന്നു. അങ്ങനെ കൊച്ചുണ്ണിയായിട്ട് തന്നെ സെറ്റായില്ല. തിരിച്ചു പോന്നു, സ്വാഭാവികം. തിരിച്ചു പോന്നു. പിന്നെ കുറേ നാളുകൾക്ക് ശേഷമാണ് അവിടുന്ന്. അപ്പോൾ എൻ്റെ ഒരു വീഡിയോ കൊടുത്തിരുന്നു അവിടെ. അന്ന് CD ഒക്കെ ആക്കി ഷൂട്ട് ചെയ്തിട്ട് അതിനകത്ത് അവർ ഒരു ഫൈറ്റും സീക്വൻസ് എന്താ അവർക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിരുന്നത്. പിന്നീട് അതിനകത്ത് മുളമൂട്ടിൽ അടിമ എന്ന ക്യാരക്ടർ വരുന്ന സമയത്ത് വിളിച്ചു. അപ്പോൾ വിളിച്ചപ്പോൾ പോയി ജോയിൻ ചെയ്യുന്നു. 12 എപ്പിസോഡിനാണ് വിളിക്കുന്നത്. പക്ഷെ നമ്മുടെ ലക്ലി നമ്മൾ ജോയിൻ ചെയ്യുന്നു, നമ്മുടെ ടെലികാസ്റ്റ് ചെയ്തത് മുതൽ റേറ്റിംഗ് നമ്പർ 1 വരുന്നു. പിന്നെ ഞാൻ 600-650 എപ്പിസോഡ് ചെയ്തിട്ടാണ് മുളമൂട്ടിൽ അടിമയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയത്. ശരിക്കും ആ ഒരു കഥാപാത്രത്തെ ഒന്ന് ഓർത്തെടുക്കാൻ പറ്റും, മുളമൂട്ടിൽ അടിമ എന്നുള്ള ഒരു കഥാപാത്രത്തെ? മുളമൂട്ടിലടിമ എന്ന് പറയുന്ന ക്യാരക്ടർ ഇപ്പം പ്രേക്ഷകർക്ക് കാണാത്ത ഒരു കാഴ്ചയുണ്ട് ഇവിടെ. എന്താ കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ക്യാമറയിലാണല്ലോ സംസാരിക്കുന്നത്. ഈ ക്യാമറയുടെ പിന്നിൽ ആൾക്കാർ ഇരിക്കുന്നുണ്ടല്ലോ ഷൂട്ട് ചെയ്യാൻ. അതിലെൻ്റെ ക്യാമറ ഫസ്റ്റ് മുളമൂട്ടിലടിമയുടെ ഷോട്ട് ചെയ്യുന്നത് ബി കുമാർ എന്ന് പറയുന്ന ക്യാമറാമാനാണ്. അദ്ദേഹത്തിൻ്റെ അസിസ്റ്റൻ്റ് ആയിരുന്ന ആളാണ് ഇപ്പോൾ ഈ ക്യാമറയുടെ പുറകിലിരിക്കുന്നത്. അപ്പോൾ ഈ പറഞ്ഞ അവിടുന്ന് തുടങ്ങി. പിന്നെ സത്യം പറഞ്ഞ ഒരു നമുക്ക് അഡ്രസ്സായി അതിനകത്ത്. ആകെ കറുപ്പിച്ച് പിന്നെ ബ്ലാക്ക് അടിച്ച്. ഇനിയിപ്പോൾ ബ്ലാക്കും വൈറ്റൊക്കെ പറയാൻ പറ്റുമെന്ന് അറിയില്ല. ഇപ്പോൾ ബ്ലാക്ക് ആൻഡ് വൈറ്റ് വിവാദങ്ങളല്ല. അപ്പം മുളമൂട്ടിലടിമ എന്ന് പറഞ്ഞ ക്യാരക്ടർ മറ്റേ
അടിമപ്പാളയത്തിനകത്ത് കിടക്കുകയും അടിമയായിട്ട് ജീവിക്കുകയും വർഷങ്ങളോളം തടവിൽ കിടന്ന ഒരാളൊക്കെയാണ്. അപ്പോൾ എന്നെ കൂടെ മുടിയൊക്കെ കുറ്റിയടിച്ച് എന്നെ ആരും കണ്ട തിരിച്ചറിയാത്ത വിധത്തിലാക്കി മൊത്തം കരിയും ഇതൊക്കെ അടിച്ചു. അങ്ങനെയാണ് ആ ക്യാരക്ടറിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. പിന്നെ നാട്ടിൽ വന്നിട്ട് പിന്നെ അത്യാവശ്യം വൃത്തിയിലൊക്കെ ആവും. പിന്നെ ഇത്രയേ ഉള്ളൂ. മുളമുട്ടിലടിമ എന്ന ക്യാരക്ടർ ആൾക്കാർക്ക് ഒത്തിരി ഇഷ്ടമായിരുന്നു. പറഞ്ഞ ആക്ഷൻ സീക്വൻസുകളൊക്കെ ഒത്തിരി നമുക്ക് അന്നത്തെ കാലത്ത് അറിയാം. സീരിയലിന് എപ്പോഴും ലിമിറ്റേഷൻസ് ഉണ്ട്. നമുക്കൊരു പ്രൊഫഷണലി ഒരു മാസ്റ്റർ എന്ന് വെച്ചിട്ട് ഫൈറ്റ് കമ്പോസ് ചെയ്യലൊക്കെ വളരെ ബുദ്ധിമുട്ടാണ്. അതുപോലെ ഇത്ര മിനിറ്റ് ഷൂട്ട് ചെയ്യണം എന്നുള്ളത് കൊണ്ട് തന്നെ ഫൈറ്റിന് കിട്ടുന്ന സ്പേസ് സമയം കുറവാണ്. പക്ഷെ അത്തരം കാര്യങ്ങളുടെ ഉള്ളിൽ കിടന്നുകൊണ്ട് നമ്മൾ അന്ന് നല്ല സ്ട്രഗിൾ ചെയ്തിട്ടാണ് അത്തരം ഫൈറ്റ് സീക്വൻസ്. അതിലത്തെ ഫൈറ്റ് സീക്വൻസ് ഇന്നും ആൾക്കാർ എപ്പോഴും കാണുമ്പോൾ പറയുന്നൊരു കാര്യമാണ്. ഇപ്പോൾ സാധാരണ പറയും, ഇപ്പോൾ ഒരു ആക്ടർ അല്ലെങ്കിൽ ഇപ്പോൾ അതിൽ മണിക്കൂട്ടൻ ചെയ്ത കായംകുളം കൊച്ചിൻ എന്ന കഥാപാത്രത്തെ അന്ന് പറഞ്ഞിരുന്നൊരു കാര്യമായിരുന്നു, ഇപ്പോൾ തോഷേട്ടൻ ചെയ്തിട്ടുള്ള ആ കഥാപാത്രം കുറച്ച് ഒരുപടി മുന്നിൽ നിൽക്കുന്നു എന്നുള്ളൊരു ഇത് പറഞ്ഞിരുന്നു. അതിനെ പറ്റി എന്താ ഒരു അഭിപ്രായം? അതങ്ങനെയല്ല. അത് ഇപ്പം അതിനകത്ത് അന്ന് മണിക്കൂട്ടൻ കായംകുളം കൊച്ചിന് ക്യാരക്ടർ ചെയ്തുകൊണ്ടിരിക്കുന്നു. സജീദ് പുത്തലത്ത് എന്ന് പറയുന്നതാണ് ഇത്തിക്കരപ്പയ്ക്ക് ക്യാരക്ടർ ചെയ്തിരുന്നത്. ഇവർ രണ്ടുപേരും ഒരു കാട്ടുവാസികളുടെ ഇടയിൽ പെട്ട് മരണത്തിനെ ഫേസ് ചെയ്യുന്നു. അതായത് കഴുത്തിൽ വാള് കൊച്ചിൻ്റെ വീഴുന്നു എന്നുള്ള ടൈമിലായിരുന്നു എൻ്റെ ക്യാരക്ടറിൻ്റെ എൻട്രി. ഈ മുളമൂട്ടിലടിമാന ക്യാരക്ടർ എൻട്രി ചെയ്യുന്നു. അവിടെയുള്ള ആൾക്കാരെ മൊത്തം എന്താ പറയുക ഇടിച്ച് നിരത്തി ഇവരെ രക്ഷിക്കുന്ന രീതിയിലായിരുന്നു ക്യാരക്ടറിൻ്റെ ഇൻട്രോ. അപ്പോൾ ഒരു ഹീറോയെ രക്ഷിക്കുന്ന രീതിയിൽ ഒരു ഹീറോയിസം വെച്ചിട്ടായിരുന്നു ആ ക്യാരക്ടറിൻ്റെ ഒരു എന്താ പറയുക തുടക്കം തന്നെ. അപ്പോൾ അതിൻ്റെ ഒരു ഹൈപ്പ് അതിനുണ്ടായിരുന്നു തീർച്ചയായും. ശരിക്കും ആ ഒരു ഇപ്പം പലരും പറയും ഇപ്പോൾ ഒരു കഥാപാത്രം ഓർമ്മിച്ചെടുക്കാൻ അല്ലെങ്കിൽ പ്രേക്ഷകരെ ഓർമ്മിച്ചെടുക്കാൻ എന്ന് പറഞ്ഞ ഒരു ഭയങ്കര ബുദ്ധിമുട്ട് കഷ്ടപ്പാടുള്ള ഒരു കാര്യമാണ്. അത് പ്രത്യേകിച്ച് ഇത്ര വർഷങ്ങളൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ കാണുമ്പോഴും എന്നെ ആ പേരിൽ അല്ലെങ്കിൽ ഫേസ്ബുക്കിലോ ഇൻസ്റ്റയിലോ യൂട്യൂബിലൊക്കെ അടിമ ചങ്ങാതി അല്ലെങ്കിൽ മുളമൂട്ടിലടിമ എന്നൊക്കെ വിളിക്കുന്നത് കേൾക്കുമ്പോൾ നമുക്ക് സന്തോഷമാണ്. കാരണം അത് ഇനി ഞാൻ ഒരു പക്ഷേ വിചാരിച്ച പോലെ എനിക്ക് ചിലപ്പോൾ ക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ല. ഇനി എന്നെ അതിലേക്ക് കൂടുന്ന ബാക്കി ടെക്നീഷ്യൻസ് വിചാരിച്ച പോലെ ചിലപ്പോൾ അങ്ങനെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ല. ചില സമയത്ത് എല്ലാം കൂടി ഒത്തുചേർന്ന് സംഭവിക്കുന്നതാണ്. അപ്പോൾ അങ്ങനെയൊന്നും ഒരു ഏത് ആക്ടറിനോ അങ്ങനത്തെ ഒരു ക്യാരക്ടർ സിനിമയിലായാലും സീരിയലിലായാലും വന്ന് ചേരുക എന്ന് പറയുന്നത് അല്ലെങ്കിൽ അത് ക്ലിക്കാവുക എന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ്. അതെ, അതുപോലെ തന്നെയായിരുന്നു കുഞ്ഞാലി മരക്കാറിലെ കഥാപാത്രം. അതൊന്ന് പറയുമോ അതിൻ്റെ? കുഞ്ഞാലി മരക്കാറിൽ ഇത് പറഞ്ഞ പോലെ എൻ്റെ ഫേവറേറ്റ് ക്യാരക്ടറാണ് വരുന്നത്. കുഞ്ഞാലി മരക്കാർ ഞാൻ ചെയ്യുന്ന ക്യാരക്ടർ തച്ചൂളി ഉദയനാണ്. അപ്പോൾ ഈ മാർഷൽ ആർട്സിലെ ഈ കളരി കാര്യങ്ങളൊക്കെ കുറച്ച് ബേസ് നമുക്കുള്ളത് കൊണ്ട് തന്നെ തച്ചൂളി ഉദയൻ എപ്പോഴും നമ്മുടെ ഒരു മൈൻഡിലെ ഹീറോ ആണ്. ഈ പറഞ്ഞ പോലെ കുഞ്ഞാലി മരക്കാർ തുടങ്ങുന്നതിന് മുമ്പ്, സീരിയൽ തുടങ്ങുന്നതിന് മുന്നേ എനിക്കൊരു കോള് വന്നു. തിരുവനന്തപുരത്ത് ആൾ വിളിച്ചിട്ട് പറഞ്ഞു കുഞ്ഞാലി മരക്കാർ എന്ന് പറഞ്ഞൊരു പ്രൊജക്റ്റ് പ്ലാൻ ചെയ്യുന്നുണ്ട്, അപ്പോൾ ടോഷനെയാണ് മരക്കാരായിട്ട് പ്ലാൻ ചെയ്യുന്നത് എന്നൊക്കെ പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. 2 ദിവസം കഴിഞ്ഞപ്പോൾ എനിക്ക് കോള് വന്നു. പക്ഷെ എന്നെ വിളിച്ചത് കുഞ്ഞാലി മരക്കാരൻ്റെ ക്യാരക്ടറിനായിരുന്നില്ല. കുഞ്ഞാലിയുടെ നേരെ ഓപ്പോസിറ്റ് ക്യാരക്ടർ, സീരിയലിൻ്റെ ആദ്യം മുതൽ അവസാനം വരെ അയാളുടെ അഗെയിൻസ്റ്റ് ആയിട്ട് വരുന്നൊരു ക്യാരക്ടറാണ് വിളിച്ചത്. അപ്പോൾ എനിക്കെന്നാൽ അത് ചെയ്യാൻ ആ സമയത്ത് പോസിറ്റീവ് ക്യാരക്ടേഴ്സ് അല്ലെങ്കിൽ ഒരു ഹീറോ ഓറിയൻറ്റഡ് പോലത്തെ ഹീറോ അല്ലെങ്കിൽ പോലും അതിനോട് തൊട്ടടുത്ത് നിൽക്കുന്ന പോലത്തെ ക്യാരക്ടേഴ്സ് ചെയ്തുകൊണ്ടിരുന്നുകൊണ്ട് ഞാനതൊന്ന് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞ് മാറി. പിന്നീട് അതിൻ്റെ റൈറ്ററെ ഞാനൊരു സ്ഥലത്ത് വെച്ചിട്ട് മാസങ്ങൾക്ക് ശേഷം കണ്ടപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു, നിങ്ങൾ സീരിയലൊന്നും വിളിച്ചാൽ നമ്മളൊന്നും വിളിച്ചാൽ ചെയ്യാൻ പറ്റില്ലല്ലോ. ഞാൻ പറഞ്ഞു, നിങ്ങൾ ഏത് സീരിയലിൽ വിളിച്ച് തന്നെ ചെയ്യാനായിട്ട്? അല്ല, മറ്റേ കുഞ്ഞാലി മരക്കാർ. നിങ്ങളാണോ എഴുതണേ? അപ്പോൾ എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ്. കാരണം കായംകുളം കൊച്ചുണ്ണിയിലും കൂടിയും പുള്ളിയും എഴുതാണ്ടായിരുന്നു. ജയപാലനാണ് പുള്ളിയുടെ റൈറ്ററുടെ പേര്. ഞാൻ പറഞ്ഞു, എനിക്ക് ജയപാലേട്ടൻ, ഒന്നാമത് ജയപാലേട്ടനെ എഴുതുന്നത് എനിക്കറിയില്ല, വിളിച്ചു ആ ക്യാരക്ടർ ഇതല്ലാത്തതുകൊണ്ട് അങ്ങനെ മാറി നിന്നു, അത്രേ ഉള്ളൂ. അല്ലെങ്കിൽ നീ ചെയ്യുമോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ചെയ്യും. നിങ്ങൾ അങ്ങനത്തെ ഒരു സാധനം, എടാ ഞാനൊരു ഉഗ്രം പ്ലാൻ എൻ്റെ മനസ്സിലുണ്ട്, ഞാൻ നിന്നെ വിളിച്ചാൽ നീ ചെയ്യുമോ, പോസിറ്റീവ് ക്യാരക്ടറാണെന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു ഓക്കെ. അങ്ങനെയാണ് പുള്ളി വിളിച്ചിട്ട് ഒരു ദിവസം ഈ പറഞ്ഞാൽ വിളിക്കുന്നത്. അതിനകത്ത് തച്ചോളി ഉദയനൻ്റെ ക്യാരക്ടർ വരുന്നു പറഞ്ഞിട്ട് അങ്ങനെയാണ് അതിൽ എൻ്റർ ആവുന്നത്. അത് ഈ പറഞ്ഞാൽ കുഞ്ഞാലി മരക്കാരുടെ കഴുത്തിൽ വാള് വീഴുന്ന സമയത്ത് അത് അടിച്ച് തെറിപ്പിച്ചിട്ടാണ് ശരിക്കും ആ ഒരു എൻട്രി എന്ന് പറയുന്നത് അല്ലേ, ആ എൻട്രി തന്നെ ആൾക്കാർ ഓർമ്മിച്ചെക്കുന്നുണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. ഇപ്പോൾ നായകന് കായിക കഥാപാത്രത്തിന് എത്രയായാലും ആ ഒരു സീരിയലിൽ അതിനൊരു പ്രാധാന്യം ഉണ്ടാവും. പക്ഷെ അതിന്റെ സഹതാരങ്ങൾക്ക് അത്രയും പ്രാധാന്യം കിട്ടുക എന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ് അല്ലേ. അപ്പോൾ എനിക്ക് ദൈവം സഹായിച്ചു, അങ്ങനെ പറയാൻ പറ്റുള്ളൂ. കിട്ടി വന്ന ക്യാരക്ടേഴ്സിനൊക്കെ എപ്പോഴും വരുമ്പോൾ നമ്മുടേതായിട്ട് സ്പേസും അല്ലെങ്കിൽ ഒരു ഈക്വൽ ടു ഹീറോ ലെവലിലുള്ള കാര്യങ്ങൾ സീരിയലിനെ സംബന്ധിച്ച് എനിക്ക് എപ്പോഴും ഇതുവരെ വന്നിട്ടുണ്ട്. ഇപ്പോൾ സിനിമയെ എടുത്ത് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ കുറേ നിരവധി പോലീസ് കഥാപാത്രങ്ങൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ ടൈപ്പ് കാസ്റ്റ് ആയി പോകുന്നുണ്ട്? ടൈപ്പ് കാസ്റ്റ് ആയി തോന്നുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് ഉള്ള പണിയും കൂടി ഇല്ലാതെ ആക്കരുത്. അല്ല, ഇഷ്ടം പോലെ അത് കറക്റ്റാണ്. എന്താണെന്നറിയോ, പോലീസ് ഓഫീസർ വേഷങ്ങൾ മിക്കവാറും വിളിക്കുമ്പോൾ അങ്ങനെ അഗൈൻ വരുന്നുണ്ട്. നമുക്ക് ഈ പറഞ്ഞ പോലെ എന്തായാലും സിനിമയിലെ ആ ഒരു ലൈം ലൈറ്റിൽ നമ്മൾ ഉണ്ടാവുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ട് നമ്മളത് എടുക്കുന്നു. ചില സമയത്തേക്ക് നിനക്ക് പോലീസ് ഓഫീസർ ക്യാരക്ടറിൽ അത് വേറെ ഒന്നും കിട്ടില്ലെന്ന് നമ്മുടെ അല്ലാത്ത സുഹൃത്തുക്കൾ ചോദിച്ചേക്കാം.
അതിന് അവർ പടം പ്രൊഡ്യൂസ് ചെയ്ത് തന്നെ ഹീറോ ആക്കണം, എന്നാലേ എല്ലാവർക്കും ഇത് ചെയ്യാൻ പറ്റുള്ളൂ. അതെ. നമുക്ക് ഈ സമയത്ത് നമ്മുടെ ആസ് ആൻ ആർട്ടിസ്റ്റ് നമുക്ക് വരുന്ന ഓപ്പർച്യൂണിറ്റീസ് സ്വീകരിക്കാൻ ഇപ്പോൾ പറ്റുള്ളൂ. നമ്മൾ വേറെ രീതിയിൽ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ട് വേറെ രീതിയിലേക്ക് വരുമ്പോഴേ നമ്മൾ ചൂസ് ചെയ്യുന്ന പോലത്തെ കഥാപാത്രങ്ങൾ അല്ലെങ്കിൽ നമ്മൾ ആലോചിക്കുന്ന പോലത്തെ നമുക്ക് ചൂസ് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. ഇപ്പോൾ വരുന്നതെന്ന് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ എന്താണെന്നറിയില്ല, നമ്മുടെ അങ്ങനെ കണ്ട് സെറ്റായി. അപ്പോൾ പോലീസ് ഇപ്പോൾ കുറച്ച് മാറ്റങ്ങളായിട്ടോ. ഇപ്പോൾ എനിക്ക് അങ്ങനെ പറയാൻ പറ്റില്ല. ഇപ്പോൾ ഒരു റീസെൻ്റ്ലി ചെയ്തിട്ടുള്ള 4-5 മൂവി പോലീസ് അല്ലാത്ത ക്യാരക്ടേഴ്സ്. ഇപ്പോൾ കുണ്ട്ര ഇന്ത്യ പീസ് എന്ന് പറയുന്ന സിനിമയിലായാലും ത്രൂ ഔട്ട് ഒരു ഹ്യൂമർ ക്യാരക്ടറാണ് ചെയ്യുന്നത്. ഒരു ഇലക്ട്രീഷ്യൻ്റെ ഒരു ക്യാരക്ടറാണ്, ഭയങ്കര ഹ്യൂമർ ക്യാരക്ടറാണ്. എന്നാൽ ആരോ എന്ന് പറഞ്ഞ മൂവിയിൽ കുറച്ച് കൊട്ടേഷൻ പരിപാടിയൊക്കെ ഉള്ള തൃശ്ശൂർ സ്ലാങ് സംസാരിക്കുന്ന ഒരു ഗുണ്ട മൂഡാണ്. റാമിൽ ഇതൊന്നുമില്ലാത്ത വേറൊരു സംഗതിയാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ നമ്മളൊരു ഞാൻ പറഞ്ഞില്ലേ, ഒരു ക്യാരക്ടറിനെ നമ്മൾ സ്ക്രീനിൽ കണ്ടിട്ട് ചിലപ്പോൾ അത് കണ്ടിട്ട് വിളിക്കുന്ന സമയത്ത് ചിലപ്പോൾ മേ ബി അങ്ങനെ തന്നെ വിളിക്കുന്ന ഒരു കാര്യമാവാം. നമ്മുടെ ഒരു ബാക്ക്ഗ്രൗണ്ടോ അല്ലെങ്കിൽ നമ്മുടെ പേഴ്സണലി അറിഞ്ഞാൽ നമ്മൾ വേറെ എന്തൊക്കെ ചെയ്യുന്ന ഒരു പക്ഷേ ക്രിയേറ്റേഴ്സിന് അറിയാൻ പറ്റുള്ളൂ. ഇപ്പം ഞാൻ വരുന്ന ബേസ് എന്ന് പറയുന്നത് മിമിക്രി എന്നാണ്. ഞാൻ പക്ഷെ മിമിക്രി ചെയ്യുന്നു അല്ലെങ്കിൽ ഒരു ഹ്യൂമർ കൈകാര്യം ചെയ്യുന്നു ആർക്കും ഒരു പക്ഷെ അധികം സുഹൃത്തുക്കൾക്ക് അറിയാം, പുറമേക്ക് അറിയില്ല. ആദ്യം രജിസ്റ്റർ ആയിപ്പോയത് ഫൈറ്റും ആക്ഷൻ സീക്വൻസുമാണ്. അപ്പോൾ പിന്നെ എനിക്ക് ആ സമയത്ത് അത് കണക്ട് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ തന്നെ വന്നുകൊണ്ടിരുന്നു. ആ സമയം ഒരുപക്ഷെ ഞാൻ ആദ്യം ചെയ്യുന്നൊരു ഹ്യൂമർ ക്യാരക്ടറോ അല്ലെങ്കിൽ ഒരു മിമിക്രി ബേസ് കാര്യങ്ങളൊക്കെ ആയിരുന്നെങ്കിൽ ഒരു പക്ഷേ അങ്ങനെ പോയി ഒരു സ്റ്റാർട്ട് അങ്ങനെ വന്നാൽ നമ്മൾ അങ്ങനെ അങ്ങ് പതുക്കെ ഇതാവും. പക്ഷേ ഇപ്പോൾ കുറച്ചുകൂടി അങ്ങനത്തെ കാര്യങ്ങൾക്ക് ഓപ്പർച്യൂണിറ്റീസ് വരുന്നുണ്ട്, മാറ്റി ട്രൈ ചെയ്യുന്നുണ്ട്. ഞാൻ പറഞ്ഞില്ല, ഇപ്പോൾ നേരത്തെ ഇപ്പോൾ 2-3 പടങ്ങളിൽ ഞാൻ ചെയ്യുന്നത് വേറെ ഇപ്പോൾ ശ്രമിക്കുന്നതും അല്ലെങ്കിൽ നമ്മൾ വിളിക്കുമ്പോഴും സംസാരിക്കുന്നുണ്ട് അങ്ങനത്തെ എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ. അല്ല, ശരിക്കും മാറ്റങ്ങൾ വരണം. ഇപ്പം ഞാൻ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ സുധീഷ് ഏട്ടൻ, സലീം ഏട്ടൻ, അവരൊക്കെ ശരിക്കും പറഞ്ഞാൽ ഒരു സമയത്ത് കോമഡി അല്ലെങ്കിൽ അങ്ങനത്തെ ജോണറിൽ പോയിട്ട് ഒരു നല്ലൊരു ഡയറക്ടർ കയ്യിൽ വന്നപ്പോൾ അവരുടെ കഴിവ് അത്രയും പ്രകടമാവുകയാണ്. അപ്പം അതുപോലെ മാറ്റം വരണം അല്ലേ? അതിനോട് എന്താണ് അഭിപ്രായം? തീർച്ചയായിട്ടും ഒരു അഭിനേതാവ് എന്ന രീതിയിൽ ഏതൊരു ആക്ടറിനെയും അല്ലെങ്കിൽ ആക്ട്രസിനും വേറെ വേറെ രീതിയിൽ ട്രൈ ചെയ്താൽ, പിന്നെ അതിനുള്ള കാലിബറുള്ള ആൾക്കാരാണെങ്കിൽ അത്തരം രീതിയിൽ ട്രൈ ചെയ്താൽ വേറെ വേറെ നമ്മൾ പ്രതീക്ഷിക്കാത്ത ഔട്ടുകൾ കിട്ടും. ഇപ്പോൾ കുറേയൊക്കെ അങ്ങനെയുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. കാരണം എല്ലാവരും വ്യത്യസ്തമായ രീതിയിൽ കാസ്റ്റ് ചെയ്യാനൊക്കെ ശ്രമിക്കുന്നുണ്ട് ഇപ്പോൾ. അപ്പോൾ ഇപ്പോൾ നിരവധി സിനിമകളിലും സീരിയലിലും ഒക്കെ അഭിനയിച്ചു. അപ്പോൾ ഈ ഇപ്പോൾ 2 മേഖലകളിലും ചെയ്യുമ്പോൾ ഏതാണ് കുറച്ചും കൂടുതൽ കംഫർട്ടബിൾ ആയിട്ട് തോന്നിയിട്ടുള്ളത്? എനിക്ക് പേഴ്സണലി എനിക്ക് എൻ്റെ അഭിപ്രായം മാത്രമേ പറയാൻ പറ്റുള്ളൂ. എനിക്ക് സിനിമകൾ ചെയ്യാനാണ് കൂടുതൽ താല്പര്യം. സീരിയൽ പക്ഷേ ഞാൻ ചെയ്യുന്നുണ്ട്. പക്ഷേ എൻ്റെ ഒരു വ്യക്തിപരമായ ഇഷ്ടം എന്ന് പറയുന്നത് കൂടുതൽ സിനിമകൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. കാരണം ഒന്നുമല്ല, ഇപ്പോൾ ഒരു ക്യാരക്ടർ നമ്മൾ പ്ലേ ചെയ്ത് കൊടുക്കുന്നു. ചിലപ്പോൾ 1.5 വർഷം 2 വർഷം 3 വർഷമൊക്കെ നമ്മൾ ഇതേ ക്യാരക്ടറിൽ തന്നെ ഇങ്ങനെ നിന്നുകൊണ്ടിരിക്കും. ഒരു മാറ്റം നമ്മൾ വരാൻ പറ്റില്ല. സിനിമയിലാവുന്ന സമയത്ത് നമ്മൾ 3 ദിവസം 4 ദിവസം അല്ലെങ്കിൽ 10 ദിവസം വർക്ക് ചെയ്താൽ അടുത്തത് വേറെ ക്യാരക്ടർ നമുക്ക് ഡിഫറൻ്റ് ആയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ പരീക്ഷിക്കാനോ അല്ലെങ്കിൽ ദാടി എടുത്തിട്ടോ ദാടി വെച്ചിട്ടോ വയസ്സനായിട്ടോ അല്ലെങ്കിൽ ഒന്നിൽ പഞ്ചായത്ത് പ്രസിഡൻ്റ് ആയിക്കഴിഞ്ഞാൽ അങ്ങനെയുള്ള ഓപ്ഷൻസ് ഒത്തിരി കിട്ടും. മറ്റേ നമുക്ക് ഇൻകം എന്ന് പറയുന്ന കാര്യം കറക്റ്റ് ആയിരിക്കും. നമുക്കൊരു ജോലി ചെയ്യുന്നു, സെലിബ്രിറ്റി സ്റ്റാറ്റസ് ഉണ്ടാവും. അങ്ങനെ പോകുന്നതിനേക്കാൾ എനിക്ക് താല്പര്യം പേഴ്സണലി ഇങ്ങനെയാണ്. പക്ഷേ രണ്ടും കംഫർട്ടാണ് എനിക്ക്. രണ്ടും ഞാൻ നല്ലപോലെ എൻജോയ് ചെയ്ത് തന്നെയാണ് വർക്ക് ചെയ്യുന്നത്. പക്ഷേ ഒരു ആർട്ടിസ്റ്റ് എന്ന രീതിയിൽ ഒരു പ്രത്യേക ഇഷ്ടം അല്ലെങ്കിൽ കൂടുതൽ എനിക്ക് ചെയ്യാൻ ആഗ്രഹം സിനിമയാണ്. പിന്നെ ഈ സിനിമയും സീരിയലൊക്കെ ഓരോരുത്തർ ചൂസ് ചെയ്യുന്ന രീതിയാണ്. ഇപ്പോൾ എനിക്ക് തോന്നുന്നു ചില ആൾക്കാർക്ക് ഇപ്പോൾ രാവിലെ പോയി കഴിഞ്ഞാൽ വൈകിട്ട് വീട്ടിൽ വരാനുള്ള സൗകര്യം. ഇപ്പോൾ എറണാകുളത്തൊരു സീരിയലിൻ്റെ ഷൂട്ടിംഗ് നടക്കുകയാണെങ്കിൽ നമുക്ക് രാവിലെ വീട്ടിൽ നിന്ന് പോയാൽ വൈകിട്ട് വീട്ടിൽ വരാം. അപ്പോൾ ഡെയിലി നമുക്ക് പോയി വരാം. ഈ പറഞ്ഞ ഒരു നമ്മളെ സമൂഹം അറിയുന്നൊരവസ്ഥയുണ്ട്, വരുമാനമുണ്ട്, ഒരു ജോലി ചെയ്യുന്നു. അതിന് അങ്ങനെ ലൈഫ് സ്റ്റൈൽ ഇഷ്ടപ്പെടുന്നവർക്ക് ആക്ടേഴ്സ് ഓരോരുത്തർക്കും ഓരോ ചിന്താഗതികളാണല്ലോ. അങ്ങനെ ഇഷ്ടപ്പെടുന്നവർക്ക് അത് കറക്റ്റായിട്ടുള്ളൊരു സ്പേസാണ്. ചിലപ്പോൾ സിനിമയ്ക്ക് നമ്മൾ കുറച്ച് മാറി നിൽക്കേണ്ടി വരും. അങ്ങനെ പോയിട്ട് വരുന്ന കാര്യങ്ങളൊക്കെ. അപ്പോൾ അത് ഓരോരുത്തർക്ക് എങ്ങനെയാണോ അവരുടെ മൈൻഡ് സെറ്റ് അതനുസരിച്ചിരിക്കും. ഞാൻ പറഞ്ഞത് എൻ്റെ ഒരു കാഴ്ചപ്പാട് മാത്രമാണ്. അത് രണ്ടായാലും ഓക്കെയാണ്, രണ്ടും അടിപൊളിയാണ്. പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് ഫാമിലിയുടെ കാര്യം കൂടി എടുത്ത് പറയേണ്ട കാര്യമാണ്. ഇപ്പോൾ ഒരു ഭർത്താവ് അല്ലെങ്കിൽ ഒരു അച്ഛൻ എന്നുള്ളതിൽ എന്തൊരു മാറ്റമാണ് ചേട്ടന് വന്നിട്ടുള്ളത്? ഇപ്പോൾ ഞങ്ങൾ രണ്ടുപേരും വർക്ക് എടുക്കുന്ന സമയത്ത് ഡേറ്റിൻ്റെ കാര്യങ്ങൾ കഴിയുന്നത് നോക്കിയിട്ട് എടുക്കാനാണ് ശ്രമിക്കാറ്. കാരണം ആരെങ്കിലും ഒരാൾ വീട്ടിലുണ്ടാവുന്ന പോലെ സെറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കാറുണ്ട്. ഇപ്പോൾ ഇന്ന് വൈകിട്ട് ഇപ്പോൾ ഇന്ന് ഇൻ്റർവ്യൂ എടുക്കുന്ന ഈ ദിവസം ഇന്ന് വൈകിട്ട് വൈഫ് ചന്ദ്ര ഹൈദരാബാദ് പോകും. ഒരു 3-4 ഡേ ഇത് തെലുങ്ക് സീരിയൽ ഇപ്പോൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് പോകുന്ന സമയത്ത് ഈ 3-4 ദിവസം കഴിയുന്നതും ഞാൻ വീട്ടിലുണ്ടാവാൻ ഞാൻ ശ്രമിക്കും. കാരണം ആരെങ്കിലും ഒരാളുണ്ടെങ്കിൽ ഞാൻ കംഫർട്ടാണ്. അപ്പോൾ ശ്രമിക്കും. അതുപോലെ തന്നെ നമുക്ക് അഡ്വാൻസ് ചെയ്തിട്ട് ഡേറ്റുകൾ കിട്ടുകയാണെങ്കിൽ ഇപ്പോൾ ഞാനായാലും അപ്പോൾ എനിക്ക് ഡേറ്റ് വർക്ക് വരുന്ന ദിവസം ചന്ദ്ര ഡേറ്റ് മാറ്റി വയ്ക്കും. കാരണം അവനൊന്ന് വലുതാവുന്നത് വരെയുള്ള
ഒരു കാര്യങ്ങൾ ഇപ്പോൾ അച്ഛനും അമ്മയൊക്കെ ഇവിടെ ഉണ്ട് കൂടെ നോക്കാൻ നൈറ്റൊക്കെ കിടന്നുറങ്ങാനൊക്കെ ചിലപ്പോൾ ഇത്തിരി ഇതാണ്. അപ്പോൾ അത്തരത്തിലുള്ള ചില കുഞ്ഞു കുഞ്ഞു മാറ്റങ്ങൾ അത്രേ ഉള്ളൂ. എന്നാലും മകനുമായിട്ടുള്ള എത്രത്തോളം എൻജോയ് ചെയ്യുന്നുണ്ട്? അതൊരു രക്ഷയില്ല. കാരണം അതും ഈ പറഞ്ഞ ഓരോരുത്തർ എടുക്കുന്ന പോലെ ഇരിക്കും. ഇപ്പം നമ്മൾ 3 ദിവസം ഇനിയിപ്പോൾ ഇവൻ എൻ്റെ അടുത്താണല്ലോ, നമ്മളിതിപ്പോൾ എങ്ങനെയെന്ന് ആലോചിക്കുന്ന മൂഡുള്ളവർക്ക് അത് വേറെ മൂഡായിരിക്കാം. എന്നെ സംബന്ധിച്ച് കുട്ടികളെ പണ്ടേ ഭയങ്കര ഇഷ്ടമാണ്. ഇവനാണെങ്കിൽ നമ്മുടെ അടുത്ത് ഭയങ്കര ലവബിളായിട്ട് നിൽക്കുന്ന ആളുമാണ്. അപ്പോൾ ഞാൻ 2 ദിവസം ഞങ്ങളങ്ങ് അടിച്ചു പൊളിക്കും. അച്ഛനും അമ്മയുണ്ട് കൂടെ സപ്പോർട്ട് ചെയ്യാൻ കാര്യങ്ങൾ. ചില സമയത്ത് എൻ്റെ നാട്ടിലേക്ക് കുന്നംകുളത്തേക്ക് പോകും. അപ്പോൾ ഞാൻ ഇവനും കൂടി പോകും. അപ്പോൾ അവിടെ കുട്ടികളൊക്കെ ഉണ്ട്, എല്ലാവരും ഉണ്ട് വീട്ടിൽ, ഡാഡി മമ്മി എല്ലാവരും. അപ്പോൾ അവിടെ പോയി എല്ലാവരും ഇട്ട് അവൻ സെറ്റാണ്. അപ്പോൾ അതങ്ങനെ നിൽക്കും. പല ഇൻ്റർവ്യൂകളിലും പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്, എങ്ങനെയാണ് ചന്ദ്ര ചേച്ചിനെ എങ്ങനെ കണ്ടുമുട്ടുന്നത്? ശരിക്കും പറഞ്ഞാൽ ആ ഒരു സൗഹൃദം എങ്ങനെയാണ് തുടങ്ങുന്നത്? മറ്റേ സീരിയലിലെ സ്വന്തം സുജാത സെറ്റിൽ വെച്ചിട്ട് അവിടെ വെച്ചിട്ട് ഞങ്ങൾ കാണുന്നത്. ഈ പറഞ്ഞ പോലെ ചോദ്യം എനിക്ക് മനസ്സിലായി. അവിടെ ഈ പറഞ്ഞവർ അവിടെ വെച്ചിട്ടാണ് കണ്ടുമുട്ടുന്നത്. ഈ പറഞ്ഞ മാതിരി നല്ല കംഫർട്ടായിട്ടുള്ള സുഹൃത്തുക്കളായി. മറ്റേ വീട്ടിൽ ആ സമയത്താണ് ഈ പറഞ്ഞ നമ്മളെന്തായാലും ലൈഫിൽ ഒരാളെ എവിടെയെങ്കിലും വെച്ച് കണ്ടുമുട്ടും. ഞാൻ അങ്ങനെ വിശ്വസിക്കുന്നില്ല. അപ്പോൾ നമ്മൾ വിവാഹം കഴിക്കാൻ ഉദ്ദേശിക്കുന്ന ഒരാളാണെങ്കിൽ അത് പെണ്ണ് കാണാനായിട്ടാവും അവിടെ വീട്ടിൽ വെച്ച് കണ്ടുമുട്ടാം, വേറൊരു സ്ഥലത്ത് പോകുമ്പോൾ അങ്ങനെ ഉണ്ടല്ലോ. ഒരു കണ്ടുമുട്ടൽ നടക്കാതെ വിവാഹം നടക്കില്ലല്ലോ. അപ്പോൾ അതുപോലെ എനിക്ക് കണ്ടുമുട്ടാൻ കിട്ടിയ സ്പേസ് മാത്രമായിട്ടാണ് കാണുന്നത്. ഞങ്ങൾ നല്ല സുഹൃത്തുക്കളായി, അങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്ടപ്പെടുന്ന ക്യാരക്ടേഴ്സിന്റെ കുറെ കാര്യങ്ങൾ. അല്ല, നല്ല സുഹൃത്ത് ബന്ധങ്ങളിൽ നിന്നാണല്ലോ ഈ പ്രണയമായാലും വിവാഹമൊക്കെ നടക്കുന്നത്. പ്രണയത്തിന്റെ സ്പേസ് ഒത്തിരി പറയാൻ പറ്റില്ല. പ്രണയം എന്ന് വെച്ചാൽ ഇഷ്ടം തോന്നാതെ നമുക്ക് എന്തായാലും വീട്ടിൽ അവതരിപ്പിക്കാൻ പറ്റില്ല. പക്ഷെ രണ്ടാളും ഒന്നാമത് ആ ഒരു ഏജൊക്കെ നമ്മൾ മാറിയിട്ടാണ് നമ്മൾ കാണുന്നത്. ഞങ്ങൾ ഭയങ്കര യങ്ങായിട്ട് നിന്ന് പോകാൻ കഴിച്ചാൽ കുറച്ച് നമ്മൾ മെച്ചൂർഡായിട്ട് തന്നെയാണ്. അപ്പോൾ കംഫർട്ടായിട്ടുള്ള ആൾക്കാരൊന്ന് ഫീൽ ചെയ്യുന്നു. അവിടുത്തെ സൗഹൃദങ്ങളാണ് നമ്മളുടെ അടുത്ത് ആക്ച്വലി ഇങ്ങോട്ട് ഇത് ചെയ്യുന്നത്. നിങ്ങൾ രണ്ടുപേരും എന്ത് നല്ലതല്ലേ മാച്ചല്ലേ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ. അങ്ങനെ ഞങ്ങൾ ഇതെന്താ ഇവർ നമ്മളെ കെട്ടിച്ച് കിടങ്ങുള്ളൂ എന്നൊക്കെ ഞങ്ങളന്ന് തമാശയ്ക്ക് വരെ പറഞ്ഞിട്ടുണ്ട്. പിന്നീട് ഏതൊരു സമയത്ത് അതിനെപ്പറ്റി സംസാരിക്കേണ്ടതുണ്ട് എന്നുള്ള കാര്യത്തിൽ സംസാരിക്കുന്നു. മറ്റേ എൻ്റെ അവിടെ റിലേറ്റീവ്സൊക്കെ ഇതുപോലെ ചോദിക്കുന്നു, മറ്റേ ഇപ്പോൾ അവൻ അഭിനയിക്കുന്ന സീരിയലില്ലേ അതിലെ കുട്ടിയായിട്ട് നല്ല മാച്ചാവും, കല്യാണം കഴിച്ചുകൂടെ? അവരെ ഈ സിനിമയും സീരിയലായിട്ട് ഒരു ബന്ധമുള്ള ആൾക്കാരല്ല, അവർ അല്ലാതെ ചോദിക്കുന്ന കാര്യമാണ്. ഞാൻ അവിടെയൊക്കെ ഭയങ്കര ആലോചന. ഇങ്ങനൊരു സംസാരം വരികയും അതിൽ നിന്നാണ് ഞങ്ങൾ വീട്ടിൽ നിന്ന് സംസാരിച്ച് നോക്കാം, അല്ലെങ്കിൽ കംഫർട്ടാണ് വേണ്ടാന്ന് പറയേണ്ട രീതിയിലുള്ള കാര്യങ്ങളൊന്നും കാണുന്നില്ല, കംഫർട്ടായിട്ടിരിക്കുന്നു. അങ്ങനെയാണ് രണ്ടുപേരും വീട്ടിൽ പറയുന്നതും. വീട്ടുകാർ ഞങ്ങളുടെയും അവിടെ ഓക്കെ പറഞ്ഞതിന് ശേഷമാണ് ഞങ്ങൾ പുറത്ത് ഇതിനെപ്പറ്റി സംസാരിക്കുന്നത്. അല്ലെങ്കിൽ ഞങ്ങൾ അതല്ല ഏതെങ്കിലും ഒരു വീട്ടിൽ നിന്ന് അത് വേണ്ടാന്ന് പറയുകയാണെങ്കിൽ അത് വിവാഹത്തിലേക്ക് നടക്കില്ല. ഇപ്പോൾ കറന്റ്ലി സിറ്റുവേഷനിൽ ഇപ്പോൾ ഈ ഇന്റർകാസ്റ്റ് മാരേജിൽ ഇപ്പോൾ കുറേയൊക്കെ മാറ്റങ്ങൾ വന്നു തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ അതിൽ പ്രശ്നങ്ങളും ഉണ്ടായിട്ടുണ്ട് ഞാൻ പറയുന്നത്. അല്ല, അതിപ്പോൾ ഇന്റർകാസ്റ്റ് മാരേജ് എന്നല്ല, ഏത് മാരേജിലായാലും എപ്പോഴായാലും നല്ലതും ചീത്തതും ഒക്കെ ഉണ്ടാവാനുള്ള സാധ്യത ഒരുപോലെ തന്നെയാണ്. പിന്നെ ഇത് രണ്ട് കൾച്ചറിലുള്ള ആൾക്കാരുടെ കൂടിച്ചേരലാവുന്ന സമയത്ത് നമ്മൾ കുറച്ചും കൂടി അത് ശ്രദ്ധിക്കേണ്ടതുണ്ട്. കാരണം നമ്മൾ ഒരിക്കലും സംസാരിക്കുന്ന പോലെ അല്ലെങ്കിൽ പ്രേമിക്കുന്ന പോലെ അല്ലെങ്കിൽ സൗഹൃദം പങ്കുവയ്ക്കുന്ന പോലെയല്ല വീട്ടിലേക്ക് വരും. നമ്മൾ മാത്രമല്ല, വീട്ടുകാരും കൂടി തമ്മിലാണ് ചേരുന്നത്. അതിൻ്റെ പിന്നിലും കുറേ ആൾക്കാർ ഓരോരോ കാര്യത്തിലേക്ക് വരുമ്പോഴും അതിൻ്റെതായിട്ടുള്ള കാര്യങ്ങൾ വരും. അത് നമ്മൾ വളരെ കൃത്യമായിട്ടൊന്ന് നോക്കി ഡീൽ ചെയ്ത് കിടക്കുക എന്ന് പറയുന്നത് ഇതിനകത്ത് വലിയൊരു കാര്യമാണ്. രണ്ട് വീട്ടുകാരും ഒരുമിച്ച് ഒരേപോലെ കൊണ്ടുപോകാൻ. അതിലിപ്പോൾ നമ്മളെ സംബന്ധിച്ച് ഇതിനുള്ള ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് വീട്ടുകാരും നമുക്ക് സപ്പോർട്ടിങ് ആണ്. കാരണം ഞങ്ങളുടെ രണ്ടുപേരുടെയും മൈൻഡ് എന്താണോ അതനുസരിച്ചാണ് അവർ നിന്ന്. എൻ്റെ അടുത്ത് വീട്ടിൽ നിന്ന് പറഞ്ഞ് നിനക്ക് കംഫർട്ടാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നീ മൂവി അവിടെയും പറഞ്ഞത് അത് തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് അവർ നമ്മൾക്കുള്ള സപ്പോർട്ട് തരുന്നുണ്ട്. അതുകൊണ്ട് ഞങ്ങൾക്ക് അങ്ങനെ നിൽക്കാൻ കഴിയുന്നുണ്ട്. അല്ലാത്ത ഈ പറഞ്ഞ വിവാഹ ജീവിതത്തിൽ എപ്പോഴും ഉണ്ടാകാവുന്ന സ്വാഭാവികമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതെല്ലാ ലൈഫിലും ഉണ്ട്. കാരണം രണ്ട് വ്യക്തികൾ ചേരുന്നു, വെറുതെ പുറമേ നിന്ന് ഒരു സ്ഥലത്ത് നിന്ന് കണ്ടുമുട്ടുന്ന പോലെയല്ല ഒരു ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകുന്ന സമയത്ത്. അതെപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും ഗിവ് ആൻഡ് ടേക്ക് കാര്യത്തിൽ പോകേണ്ട ഒരു പരിപാടി തന്നെയാണ്. യൂട്യൂബ് ചാനലൊക്കെ കണ്ടിരുന്നത്, അതൊക്കെ എങ്ങനെ പോകുന്നു? യൂട്യൂബ് ചാനലിൻ്റെ കാര്യങ്ങളൊക്കെ. യൂട്യൂബ് ചാനൽ, ഈ യൂട്യൂബ് ചാനലിൽ എൻ്റെ യൂട്യൂബ് ചാനലിൻ്റെ പേര് പറഞ്ഞാൽ നല്ലതായിരിക്കും അല്ലേ? അതിനൊരു അവസരം. അപ്പോൾ ടോഷ് ഷോർട്സ് അങ്ങനെയാണ് അതിൻ്റെ. ടോഷ് തിരിച്ചിട്ട ഷോർട്ടാവും, അങ്ങനെയാണ് പേര് വെച്ചിട്ടുള്ളത്. അപ്പോൾ അത് നന്നായിട്ട് പോകുന്നുണ്ട്. ഈ പറഞ്ഞ ഒരു ഫാമിലി വ്ളോഗുകളും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞങ്ങളിങ്ങനെ അത് നന്നായിട്ട് പോകുന്നുണ്ട് ചാനലിൽ.
ഇപ്പോൾ കുറച്ച് വർഷങ്ങളായിട്ട് ഇപ്പോൾ കാണുന്നൊരു കാര്യമാണ് ഇപ്പോൾ സിനിമകൾ ഇറങ്ങുമ്പോൾ വിജയസാധ്യത ഭയങ്കര കുറവാണ്. ഇപ്പോൾ കഴിഞ്ഞ വർഷം തന്നെ വളരെ ചുരുക്കം സിനിമകളെ വിജയിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. തിയേറ്ററിൽ അത്രയും വിജയിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാരുടെ മനസ്സിൽ വന്നിട്ടുണ്ട്, സിനിമകൾ നെഞ്ചിലേറ്റിയിട്ടുണ്ട്. പക്ഷേ തിയേറ്ററിൽ അത്രയും കളക്ഷൻ ഭയങ്കരമായിട്ട് കുറവായിരുന്ന സിറ്റുവേഷൻ ആയിരുന്നു കുറച്ച് വർഷങ്ങളായിട്ട് ഉണ്ടായിരുന്നത്. ഇപ്പോൾ ഈ വർഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ വലിയൊരു വിജയമാണ്. ഇപ്പോൾ 6 സിനിമകളാണ് ഇപ്പോൾ കണ്ടിന്യൂ ആയിട്ട് വിജയിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ ഒരു പ്രവണതയെ കുറിച്ചിട്ട് ചേട്ടൻ എന്താ പറയാനുള്ളത്? പ്രവണതയെ പറ്റിയിട്ട് എനിക്ക് പറയാനുള്ളത് പ്രേക്ഷകൻ്റെ ആംഗിളിൽ നിന്നാണ്. ഞാൻ സിനിമയിൽ വർക്ക് ചെയ്യുന്ന ഒരാളോ അല്ലെങ്കിൽ മീഡിയയിൽ നിൽക്കുന്ന ഒരാളെന്നുള്ള രീതിയിലല്ല. പ്രേക്ഷകന് ഇഷ്ടപ്പെടുന്ന സിനിമ വന്നാൽ പ്രേക്ഷകൻ തിയേറ്ററിലെത്തും. അതിന് ഇന്ന ജേണർ, ഇന്ന ആർട്ടിസ്റ്റ്, ഇന്ന ഡയറക്ടർ എന്ന് അങ്ങനെ ഒരു സംഗതി ഇല്ല എന്നാണ് എൻ്റെ വിശ്വാസം. അവന് കണക്ട് ചെയ്യാൻ പറ്റുന്ന സിനിമ അല്ലെങ്കിൽ അവനെ എൻ്റർടൈൻ ചെയ്യാൻ പറ്റുന്ന സിനിമ വന്നാൽ അവൻ തിയേറ്ററിലെത്തും. അത് ഏത് കാലത്തും ഉണ്ടായിട്ടുണ്ട്. അല്ലാതെ ഇപ്പോൾ ഒരു ഹൊറർ ഫിലിം വിജയിച്ചാൽ ഇനി ഇപ്പോൾ ട്രെൻഡ് മൊത്തം ഹൊററാന്ന് പറഞ്ഞ് നമ്മൾ ഹൊറർ എടുത്ത് വരുമ്പോഴേക്കും അടുത്ത കോമഡി ആയിരിക്കും വിജയിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഈ ഹൊററൊക്കെ എന്ത് ചെയ്യും? അങ്ങനെ ഒരു ഫീൽ എനിക്ക് തോന്നിയിട്ടില്ല. എൻ്റെ ഒരു പോയിൻ്റ് ഓഫ് വ്യൂ ഏത് സബ്ജക്റ്റും അല്ലെങ്കിൽ എന്ത് രീതിയിലുള്ള പടങ്ങളായാലും എല്ലാ സമയത്തും ഓടും. പക്ഷെ അതിന് എന്തെങ്കിലും ഒരു പുതുമ അല്ലെങ്കിൽ ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്ന ഒരു കാര്യങ്ങൾ വെച്ച് പാക്ക് ചെയ്താൽ നന്നായിട്ടിരിക്കും. അല്ലാത്ത നമ്മൾ ആൾക്കാർക്ക് കണക്റ്റ് ആവാത്തൊരു സിനിമ നമ്മൾ നന്നായി ചെയ്തു എന്ന് നമുക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ പോലും ആൾക്കാർ തിയേറ്ററിൽ വരാത്തതിനെ പറ്റി നമ്മൾ സംസാരിച്ചിട്ട് കാര്യമില്ല. ഇപ്പോൾ പല കഥാപാത്രങ്ങൾ ചെയ്യണമെന്ന് എല്ലാ ഒരു ആക്ട്രസിനൊക്കെ ആഗ്രഹമുള്ള ഒരു കാര്യമാണ്. ഇനിയിപ്പോൾ ഒരു ഡ്രീം ആയിട്ട് നമുക്കിങ്ങനെ ഒരു ചെയ്യണം, ഈ ഒരു കഥാപാത്രം ചെയ്യണം എന്ന് ആഗ്രഹമുള്ള എന്തെങ്കിലും കഥാപാത്രം ഉണ്ടോ? അതിന് സത്യം പറഞ്ഞാൽ എൻ്റെ ഡ്രീം ക്യാരക്ടേഴ്സിലേക്കൊക്കെ പറയുന്നതിന് മുന്നേ തന്നെ എനിക്ക് അല്ലാത്ത ക്യാരക്ടേഴ്സ് തന്നെ വളരെ കുറവാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. സിനിമകൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ എത്ര സിനിമകൾ ചെയ്തു എന്നുള്ളതല്ല, നമ്മൾ ചെയ്യുന്ന സിനിമ ഒരു ഹിറ്റോ അല്ലെങ്കിൽ ആൾക്കാരിലേക്ക് നല്ലപോലെ റീച്ച് ആയാലേ അതിൻ്റെ ഗുണം മൊത്തം ടീമിനുള്ളൂ. സ്പെഷ്യലി ഈ പറഞ്ഞ ആർട്ടിസ്റ്റിന് ആ പടം ഹിറ്റായാൽ മാത്രമാണ് നമുക്ക് അടുത്തൊരു കാര്യം കിട്ടുന്നത്. അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രീതിയിൽ ചർച്ചയാവണം. അല്ലാത്തൊരു സിനിമയിൽ നമ്മളിപ്പോൾ ഭാഗമാണെങ്കിൽ നമ്മൾ ചെയ്ത സിനിമകളുടെ എണ്ണത്തിൻ്റെ കൂട്ടത്തിൽ ഒരു സിനിമ കൂടി അത്രേ ആവുള്ളൂ. കാരണം വിജയമല്ല തീരുമാനിക്കുന്നത്, വിജയമാണ് എല്ലാത്തിൻ്റെയും അടിസ്ഥാനം. അതേപോലെ നിറം എന്ന് പറയുന്ന സിനിമയിൽ വന്നു 97 അല്ലെങ്കിൽ 99 ആണ് ആ മൂവി. അങ്ങനെ നോക്കിയാൽ ഒരു 10-25 വർഷത്തോളമായി ഞാൻ ഈ മേഖലയിൽ നിൽക്കുന്നു. പക്ഷെ അത്രയും വർഷം നിന്നതിന് മാത്രം എത്ര പേര് എന്നെ അറിയും അല്ലെങ്കിൽ എത്രമാത്രം എൻ്റെ ആൾക്കാർ അംഗീകരിച്ചു എന്നുള്ളത് പ്രേക്ഷകർക്ക് അറിയുന്നൊരു കാര്യമാണ്. അപ്പോൾ എന്നെ സംബന്ധിച്ച് ഇനി നല്ല നല്ല ക്യാരക്ടേഴ്സ് കിട്ടുക ചെയ്യുക എന്നുള്ളതാണ് ഡ്രീം പ്രൊജക്റ്റുകൾ. അല്ലെങ്കിൽ ഡ്രീം ആയിട്ട് ചെയ്യേണ്ട പല തോട്ടുകളും മനസ്സിലുണ്ട്. അതിന് പറ്റുന്ന രീതിയിൽ ഒരു കുറച്ച് കാര്യങ്ങളും എഴുത്തും പരിപാടിയൊക്കെ ആയിട്ട് നമ്മളിങ്ങനെ അത് ഞാൻ ചോദിക്കാതിരിക്കുന്നു, എഴുത്തിലൊക്കെ എന്തോ കിടക്കുന്നുള്ളൊരു ഇത് കേട്ടിരുന്നു. അതായത് ചില കാര്യങ്ങൾ ഇപ്പം അങ്ങനെ ഇപ്പം മറ്റേത് സിനിമയിൽ അഭിനയിക്കുന്ന ഒരാൾ ഒരു ഡയറക്ഷനോ അല്ലെങ്കിൽ ഒരു സ്ക്രിപ്റ്റ് ലൈനിലേക്ക് കടന്നു കഴിഞ്ഞാൽ പിന്നെ അഭിനയിക്കാനുള്ള അവസരങ്ങൾ കുറച്ച് ബാക്കിലേക്ക് വരുന്നൊരവസ്ഥ ഉണ്ടായിരുന്നു. ഇപ്പോൾ അതിന് പകരം സിനിമയിൽ വർക്ക് ചെയ്യുന്നു. അപ്പോൾ എല്ലാ മേഖലയിലും വർക്ക് ചെയ്യാനുള്ളൊരു സ്പേസ് ഇപ്പോൾ കുറച്ച് ഓപ്പൺ ആയിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് ക്രിയേറ്റീവ് സൈഡിലായിട്ട് ചെറിയൊരു എഴുത്തും പരിപാടിയൊക്കെ ഒന്ന് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ശരിക്കൊരു സ്ക്രിപ്റ്റ് ഫുള്ള് കംപ്ലീറ്റ് ചെയ്തിട്ട് ഇരിപ്പുണ്ട്. അതിൻ്റെ ബാക്കി കാര്യങ്ങളിലേക്ക് കടക്കണം, മൂവ് ചെയ്യണം. അപ്പോൾ നല്ലൊരു അഭിനേതാവാണ്, അതിൻ്റെ കൂടെ തന്നെ നല്ലൊരു മിമിക്രി ആർട്ടിസ്റ്റും സിംഗറും കൂടിയാണ്. അപ്പോൾ നമുക്ക് വേണ്ടി ഒരു മിമിക്രി ചെയ്യണം, അതുപോലെ തന്നെ ഒരു പാട്ടും പാടി തരണം. മിമിക്രി ഈ പറഞ്ഞില്ലേ കോളേജിൽ പഠിക്കുന്ന സമയത്ത് ഒക്കെ ചെയ്തിരുന്നു. പിന്നെ ഇപ്പം അങ്ങനത്തെ ഒരു ആവശ്യം വരാറില്ല. വല്ലപ്പോഴും ഇതുപോലെ ഇൻ്റർവ്യൂവിലോ അല്ലെങ്കിൽ വല്ല കോളേജ് ഇനാഗ്രേഷൻ ഫംഗ്ഷൻ പോകുമ്പോൾ ചെറിയതായിട്ട് മറ്റേത് ടച്ച് ചെയ്ത് നമുക്ക് എപ്പോഴും നല്ലൊരു പെർഫെക്ഷൻ കിട്ടരുത്. ഇപ്പോൾ അത്ര പെർഫെക്ഷനുള്ള സാധ്യതയും കാണുന്നില്ല. എന്നാലും ഒരു സൗണ്ട് ചെയ്യാം നമുക്ക്. സലീം കുമാറിൻ്റെ സൗണ്ട് ചെയ്യാം. അളിയ ദലവൻ പാടുന്നു, നീ പാടുപെടും, നീ ആ തോട്ടിക്കിടക്കണ അലരാതി മാറ്റിച്ചാണ്ടല്ലോ കാണാൻ ലുക്കില്ലെന്നുള്ളൂ. സത്യമായിട്ട് നടനാണ്. അടിപൊളിയായിട്ടുണ്ട്, കറക്റ്റ് വോയിസ് ആണ് കേട്ടോ, കറക്റ്റ് ആയിട്ടുണ്ട്. അതേ പറഞ്ഞ ഒരു പ്രാക്ടീസ് ചെയ്ത് വെച്ചാൽ ഇന്ന ഡയലോഗ് പറയണം അങ്ങനെയൊന്നും അല്ല. പണ്ട് കാലത്ത് ശരിക്കും പറഞ്ഞാൽ മിമിക്രിന്ന് പല ആർട്ടിസ്റ്റുകളും വന്നത് മിമിക്രിന്ന് തന്നെയാണ് അല്ലേ? കറക്റ്റ് അല്ലേ ഞാൻ പറഞ്ഞത്? ജയറാമേട്ടൻ അങ്ങനെ പലരും നിരവധി ഇപ്പം ഒരു അത്രയും ലെവലിലെത്തിയ ആൾക്കാരൊക്കെ മിമിക്രിന്ന് വന്നവർ തന്നെയാണ്. മിമിക്രി പിന്നെ എനിക്ക് തോന്നുന്നു അഭിനയം എന്ന് പറയുന്ന കാര്യത്തിനകത്ത് അനുകരണം കിടപ്പുണ്ടല്ലോ. അതെ ഉണ്ട്, കറക്റ്റാണ്. കാരണം നമ്മളൊരു വയസ്സനായിട്ട് അഭിനയിക്കുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ എവിടെയൊക്കെയോ നമ്മൾ കണ്ട വയസ്സനെയാണ് നമ്മൾ അനുകരിക്കുന്നത്. ഒരു സിനിമാ നടനെ അനുകരിക്കുന്ന സമയത്ത് അത് അനുകരണമാവുകയും അയാളെ പോലെ അഭിനയിച്ചു എന്ന് പറയുകയും ചെയ്യുന്നു. ഇപ്പോൾ നമ്മൾ ലൈഫിൽ ഒരു പ്രായമായ സ്ത്രീയെ അല്ലെങ്കിൽ ഒരാളെ കാണാത്ത ഒരാൾക്ക് ലൈഫിൽ അയാൾ കണ്ടിട്ടില്ലെന്നിരിക്കും, അയാൾക്ക് എങ്ങനെ പ്രായയാളെ പോലെ അഭിനയിക്കാൻ പറ്റും? അപ്പോൾ അനുഭവങ്ങൾ നമ്മൾ ചുറ്റും കാണുന്നത് നമ്മൾ എപ്പോഴൊക്കെ നമ്മൾ പോലും അറിയാതെ
നമ്മളത് കിടപ്പുണ്ട്. അതാണ് പല സമയത്തും മറ്റേ പുറത്ത് വരുന്നത്. അപ്പോൾ ഞാൻ നമ്മുടെ ചുറ്റുവട്ടത്തിലെ കുറേ ആൾക്കാരെ ഇങ്ങനെ ഒബ്സർവ് ചെയ്ത് വെക്കാറുണ്ട്. അപ്പോൾ എന്താ കൊണ്ടെന്ന് വെച്ചാൽ അത് നമുക്ക് ഏതെങ്കിലും സമയത്ത് ഒരു സിനിമയിൽ നമുക്ക് അപ്ലൈ ചെയ്യേണ്ടി വന്നു കഴിഞ്ഞാൽ അത് ആരെയാണെന്ന് ആൾക്കാർക്ക് അറിയില്ല, പക്ഷെ അവർക്കൊരു ഫ്രഷ് കാര്യം കിട്ടും. അതിപ്പോൾ പലരും പറയാറുണ്ട്, ഈ ജഗതി ചേട്ടൻ അതുപോലെ അവരൊക്കെ ഇംപ്രവൈസ് ചെയ്യുമല്ലോ. ഇപ്പോൾ സിനിമയിൽ അവർ മുന്നുണ്ടായിരുന്ന എന്തെങ്കിലും ചുറ്റുപാടിൽ നടന്നിരുന്ന സംഭവങ്ങളൊക്കെ അവർ പറയും. ഉറപ്പായിട്ടും എനിക്ക് ഒരു കലാകാരൻ അല്ലെങ്കിൽ അഭിനേതാവ് ഇനി വേണ്ട ക്രിയേറ്റ് ചെയ്യുന്ന ആൾക്കാരായ പോലും നമ്മുടെ ചുറ്റുമുള്ള കാര്യങ്ങൾ ഒബ്സർവ് ചെയ്യുമ്പോൾ അതിൽ നിന്ന് തന്നെയാണ് ഒരു സിനിമ ഉണ്ടാവുന്നത്, അല്ലെങ്കിൽ ഒരു ക്യാരക്ടർ ഉണ്ടാവുന്നത്. അപ്പം തന്നെയാണ് ആൾക്കാർ കണക്ട് ചെയ്യാൻ പറ്റുന്നത്. നമുക്ക് നമ്മൾ കണ്ട പോലത്തെ ഒരാളെ കാണുമ്പോഴല്ലേ ഇതുണ്ട്. ഇപ്പോൾ ചില ആൾക്കാർക്ക് സംസാരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ചില ഇങ്ങനെ കളിക്കുന്ന ആൾക്കാരുണ്ടാവാം. ഞാൻ അതൊരു കുറ്റമല്ല ഞാൻ പറയുന്നത്. അത് നമ്മൾ എവിടെയോ കണ്ടതാണ്, നമ്മളൊരു പക്ഷെ ഒരു ക്യാരക്ടറിന് അപ്ലൈ ചെയ്യേണ്ട ഒരു അവസരം വരുന്ന സമയത്ത് നമ്മൾ ചെയ്യുന്നത് അല്ലേ? സത്യം സത്യം. പലരും അത് സിനിമയിൽ ഉപയോഗിച്ചിട്ടുണ്ട് പലരും. ഇപ്പം എനിക്കറിയാവുന്ന ഒരാളുണ്ടായിരുന്നു. പുള്ളി ഒരു സ്ഥലത്തേക്ക് നടന്നു പോകും വൈകിട്ട്. നടന്നു പോകുമ്പോൾ ചിലപ്പോൾ കടകളിൽ നിന്നൊക്കെ പൈസ വാങ്ങിക്കും. പൈസ വാങ്ങിച്ചിട്ട് പുള്ളി തിരിച്ചു വരുമ്പോൾ അപ്പുറത്ത് ബീവറേജിൽ പോയിട്ട് തിരിച്ചു വരുന്ന സമയത്ത് വെള്ളം അടിക്കും. തിരിച്ചു വരുമ്പോൾ ഈ പൈസ പിടിച്ച എല്ലാ കടകളും ചീത്ത വിളിച്ചിട്ട് പുള്ളി തിരിച്ചു പോകും. പക്ഷെ പുള്ളിക്ക് സംസാരശേഷി കുറച്ച് കുറവായിരുന്നു, ക്ലാരിറ്റിയായിട്ട് സംസാരിക്കാൻ. പുള്ളി വിളിക്കുന്നത് നമുക്ക് എന്താണെന്ന് മനസ്സിലാവില്ല. അപ്പം നമുക്ക് കാര്യം മനസ്സിലാവില്ല. പക്ഷെ അതെൻ്റെ ചെറുപ്പത്തിൽ ഞാൻ കണ്ടതാണ്. അതവിടെ കിടപ്പുണ്ട്. നമ്മൾ ഏതോ ഒരു സമയത്ത് നമുക്ക് ചിലപ്പോൾ അത് അപ്ലൈ ചെയ്യാൻ പറ്റും ആവശ്യമായിട്ട് വരികയാണെങ്കിൽ. എനിക്ക് തോന്നുന്നു ദിലീപേട്ടനൊക്കെ അങ്ങനെയും ചെയ്തിട്ടുണ്ടാവും പഞ്ചാബി ഹൗസിൽ, പറയാൻ പറ്റില്ല. അല്ല, തീർച്ചയായിട്ടും അതായത് നമ്മുടെ ചുറ്റുവട്ടത്ത് നിന്ന് കാണുന്നത് തന്നെയാണ് എല്ലാവരും അങ്ങോട്ടും ഇത് ചെയ്യുന്നത്. നമ്മൾ വേറെ എവിടെയൊക്കെയോ ഒരാൾ കരഞ്ഞ് കണ്ടതിന് നമ്മൾ കരഞ്ഞതിൻ്റെ ഒരു ഇതൊക്കെ തന്നെ നമ്മൾ അതല്ലേ ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷെ മിമിക്രി ആർട്ടിസ്റ്റിന് അതിനോട് ഒരു പ്രത്യേക കഴിവുണ്ട് അല്ലേ? സത്യമല്ലേ പറയുന്നത്? കൂടുതലും മറ്റൊരു ആക്ടേഴ്സിനെക്കാളും കൂടുതൽ മിമിക്രി ആർട്ടിസ്റ്റിന് കുറച്ചുകൂടി ഒബ്സർവേഷൻ ഇതേപോലെ കൂടുതലുണ്ടാവും. അത് അറിയാതെ സംഭവിക്കുന്ന കൂടുതലും. ഞാൻ അറിഞ്ഞുകൊണ്ടൊന്നും ശ്രദ്ധിച്ചിട്ടില്ല സത്യമായിട്ടും. എന്നാൽ പിന്നെ ശ്രദ്ധിച്ചേക്കാം, ഇത് നമുക്ക് എടുത്തു വെക്കാമെന്ന് അങ്ങനെ നടന്നിട്ടില്ല. പക്ഷെ അറിയാതെ ചില ആൾക്കാർ നമ്മുടെ ഉള്ളിൽ കയറും. അത് ചിലരുടെ വാക്കിംഗ് സ്റ്റൈലായിരിക്കാം. പക്ഷെ നമുക്കതല്ല, അത് ആ ഒരു വ്യക്തിക്ക് നമുക്കത് അയാളുടെ മുമ്പിൽ വെച്ചിട്ട് കാണിച്ച ഒരു പക്ഷേ അവർക്ക് ഇഷ്ടപ്പെടാൻ. പക്ഷേ നമുക്ക് ഇത് വെച്ചിട്ട് മറ്റൊരു അവസരത്തിൽ നമ്മുടേതായ രീതിയിൽ ക്യാരക്ടറിലൊക്കെ അപ്ലൈ ചെയ്ത് കൊടുത്താൽ കുറച്ച് നല്ലതായിരിക്കും. അപ്പം നമുക്കൊരു പാട്ട് കേൾക്കാം. ഒരു പാട്ട് എല്ലാവർക്കും ഉള്ള പ്രശ്നമാണ്. ഒരു പാട്ട് പാടാനങ്ങ് പറഞ്ഞാൽ പിന്നെ ഒരു പാട്ടും കിട്ടില്ല, അല്ലെങ്കിൽ സകല പാട്ടും ശരി പെട്ടെന്ന് കിട്ടുന്നത് നാലൊരു പാടാ. പൂങ്കാറ്റേ പോയി ചൊല്ലാമോ, തെക്കൻ പൂങ്കാറ്റേ പോയി ചൊല്ലാമോ, നീലക്കണ്ണുള്ള എൻ വേളിപ്പെണ്ണോട്, ഈ നീലക്കണ്ണുള്ള എൻ വേളിപ്പെണ്ണോട് എൻ്റെ ഉള്ളിലുള്ള മോഹമൊന്നു ചൊല്ലാമോ നീ. കിടക്കട്ടെ, അത്രേ ഉള്ളൂ. അപ്പോൾ തോഷേട്ടാ, ഇത്ര നേരം നമ്മളോടുകൂടി വിശേഷങ്ങൾ പങ്കുവച്ചതിന് വളരെയധികം നന്ദി. വൃന്ദ, താങ്ക് യു സോ മച്ച്. വൃന്ദയോട് മാത്രമല്ല ഈ ഒരു എപ്പിസോഡിൽ എന്നെ ഗസ്റ്റായിട്ട് വിളിച്ചതിനും ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങൾ പങ്കുവെക്കാൻ സാധിച്ചില്ല. കാരണം ഒത്തിരി നാളായി പ്രേക്ഷകരോട് ഇങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ട്. അപ്പോൾ എല്ലാവരും ഇതുപോലെ തന്ന സ്നേഹം, എന്താ പറയുക, പ്രാർത്ഥന ഇനിയും കൂടെ തരിക. താങ്ക് യു.